സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ തന്റെ കോളേജ് കാലഘട്ടത്തിൽ തനിക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നന്ദൻ. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഇപ്പോ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് അതിന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നന്ദനുമായിട്ട് തനിച്ചൊരു യാത്ര പോകാൻ ഇസബല്ല തീരുമാനിക്കുന്നു. നന്ദനോട് അത് വിളിച്ചു പറയുന്നുണ്ട്. നന്ദൻ ഗിരീഷിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇസബല്ലയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. പിന്നീട് ദേവിക ഇക്കാര്യം അറിയുകയും നന്ദനും ദേവികയും തമ്മിൽ തർക്കമുണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഋഷിയെ വിളിച്ച് പറയുന്നുണ്ട് ഇസബല്ല. ഋഷി പറയുകയാണ് നന്ദന്റെയും ദേവികയുടെയും ഡിവോഴ്സ് നടക്കണം, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒന്നാവണമെന്ന്. ഇതൊക്കെ കേട്ട അരുന്ധതിക്കാണെങ്കിൽ അങ്ങോട്ട് ദഹിക്കുന്നില്ല. അവര് പറയുന്നുണ്ട് ഇത്രയും ചെയ്തത് മതി, ഇനി പ്രതികാരം വേണ്ട. ലീന അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, നിന്റെ നല്ല ജീവിതമാണ് അവളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇനി നല്ല രീതിക്ക് നടക്കണം. ഋഷി പ്രതികാര ദാഹമൊക്കെ മാറ്റി വെക്കാനായിട്ട് പറയുമ്പോൾ ഇനി ഞാൻ നിർത്തിവെച്ചാലും എന്റെ കൂടെയുള്ളവർ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് അമ്മേ ഇത് തുടർന്നേ മതിയാകൂ, അമ്മ അതിൽ ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കവിഞ്ഞു പോയാൽ താൻ അറിയിക്കേണ്ടവരെയൊക്കെ തന്നെ അറിയിക്കുമെന്നും അരുന്ധതി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ തന്റെ ആ ഒരു വിഷമങ്ങളൊക്കെ തന്നെ മുരളിയോടാണ് പറയുന്നത്. മീരയെ പോലെ തന്നെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കൂടി കടന്നു വന്നിരിക്കുന്നു ഇസബല്ല. അവൾ കോളേജ് കാലഘട്ടം മുതൽ തന്നെ നന്ദന്റെ പുറകെ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവൾ ഒരു ആഗ്രഹം തീർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മുരളിയാണെങ്കിൽ ദേവികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നന്ദൻ തെറ്റായ വഴിയിലൂടെ പോവില്ല. അവൻ എന്തൊക്കെ പറഞ്ഞാലും നിന്നെയാണ് ആ ഒരു സ്ഥാനത്ത് കാണാനായിട്ട് കഴിയുള്ളൂ. അത് നന്ദന്റെ പ്രവൃത്തിയിലും എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ എന്ന് പറയുമ്പോൾ നന്ദൻ അങ്ങനെ ചെയ്യില്ലായിരിക്കാം മുരളിയേട്ട. പക്ഷെ ആ ഇസബല്ല അവൾ ആള് ശരിയല്ല, എന്തിനും തുനിഞ്ഞിറങ്ങിയവളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കെവിനെയും എനിക്കിപ്പോ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പ്ലാനിങ് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കെവിനെ എനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ദേവി സമാധാനത്തോടെ ഇരിക്കെ, എന്താണെങ്കിലും നമുക്ക് അറിയാലോ നന്ദൻ ഉറപ്പായിട്ടും ചതിയിലൊന്നും ചെന്ന് വീഴില്ല, അത് ഷുവർ ആണെന്നൊക്കെ മുരളിയാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ രജനി പറയുന്നുണ്ട് ഇവിടേക്കൊന്നും ദേവിക അവളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. മാത്രമല്ല അച്ഛനെയും ഗിരിയേട്ടനെയൊക്കെ ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ അവൾ ഉറപ്പായിട്ട് വരുമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ദേവികയാണെങ്കിൽ രജനിയുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. നന്ദൻ അവൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ ഇസബല്ലയ്ക്കൊപ്പം പോവുകയാണ്. അങ്ങനെ നന്ദൻ ചോദിക്കുന്നുണ്ട് ഇസബല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ. പക്ഷെ ഇസബല്ലയാണെങ്കിൽ അത് അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല. നന്ദൻ എല്ലാം വഴിയെ അറിയാം എന്ന് പറയുന്നു. നമ്മൾ തനിച്ചാണ് പോകുന്നത്, കെവിനൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ കെവിനൊന്നുമില്ല, ഇത് നമ്മൾ തനിച്ചു പോകേണ്ട യാത്രയാണ്. എന്തായാലും നന്ദൻ പേടിക്കൊന്നും വേണ്ട, എന്നോടൊപ്പം വന്നോളാനായിട്ട് പറയുന്നു. ഇടയ്ക്ക് വെച്ച് ഇസബല്ലയാണെങ്കിൽ തങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെ ദേവികയ്ക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ദേവികയ്ക്കാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നു. അവൾക്കാണെങ്കിൽ ഗിരീഷിന്റെ വീട്ടിലെത്തിയിട്ടും ആ ഫംഗ്ഷനിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഈ സമയം രജനിയൊക്കെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചും സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ടും ദേവിക്ക് കഴിയുന്നില്ല. അങ്ങനെ നന്ദനെ വിളിക്കുമ്പോൾ നന്ദനാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. എന്തായാലും നന്ദനാണെങ്കിൽ ഇസബല്ലയ്ക്കൊപ്പം തനിച്ചാണ് യാത്ര പോകുന്നത് എന്നുള്ള കാര്യം ദേവിക്ക് മനസ്സിലാവുകയാണ്. കെവിൻ ഇല്ല എന്നുള്ള കാര്യവും മനസ്സിലാകുന്നുണ്ട്. പിന്നീട് യാത്രാ മധ്യമൊക്കെ തന്നെ ഇസബല്ലയാണെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ലോകം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ നന്ദനാണെങ്കിൽ ദേവികയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തായാലും അവരുടെ ബന്ധം അത്രത്തോളം ദൃഢമാണെന്നും താൻ വിചാരിച്ചാൽ ഒരിക്കലും അത് ബ്രേക്കാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം കൂടിയും ഇസബല്ല മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ നന്ദനിലേക്കുള്ള ആ യാത്രയിൽ തന്നെയാണ്, നന്ദനെ സ്വന്തമാക്കാൻ തന്നെയാണ് ഇസബല്ലയുടെയും തീരുമാനം. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ഒന്ന് നിർത്താമോ ഈ ദേവിക പുരാണം എന്നൊക്കെ നന്ദനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് ദേവി ഇപ്പൊ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ യാത്ര പോലും അവൾക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതിപ്പോ ഏത് ഭാര്യമാരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു യാത്രയിലുടനീളം തന്നെ ഇസബല്ല ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവികയിൽ നിന്ന് നന്ദനെ പിരിക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരുമെന്ന്. അപ്പൊ കാത്തിരിക്കാം എന്താണ് ഇസബല്ലയുടെ യഥാർത്ഥ ഉദ്ദേശം എന്നറിയാനായിട്ട്.